ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും ആശങ്ക ഉയരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് മറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 UAE കപ്പലുകൾക്ക് നേരെ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം അതിലൊന്നുമല്ല. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. UAEയുടെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയായ അഡ്നോക് തന്നെയാണ് 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തെ UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഹോർമൂസിൽ യഥാർത്ഥത്തിൽ നിയന്ത്രണം ആർക്കാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ കൈകളിലാണെന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ UAE കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അപ്പോൾ ട്രംപിന്റെ അവകാശവാദം എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ഹോർമൂസ് കടലിടുക്ക് ഒരു സാധാരണ കടൽപാതയല്ല. ലോകത്തിലെ ഊർജ വിതരണത്തിന്റെ ഹൃദയഭാഗമാണ് ഹോർമൂസ്. പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ കടലിടുക്കിന് നിർണായക പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസിൽ ഉണ്ടാകുന്ന ചെറിയൊരു സംഘർഷം പോലും അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ബാധിക്കാൻ കഴിയും. കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയോ അപകടകരമാവുകയോ ചെയ്താൽ എണ്ണയുടെ വിലയും ഉയരാം. ഇൻഷുറൻസ് ചെലവ് വർദ്ധിക്കും. കപ്പൽ കമ്പനികൾക്ക് അധിക സുരക്ഷ ഒരുക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ കപ്പലുകൾക്ക് മറ്റൊരു ദീർഘമായ കടൽപാത തിരഞ്ഞെടുക്കേണ്ടിയും വരും. അതായത് ഹോർമൂസിലെ ഒരു ആക്രമണം അവിടെ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. അതിന്റെ പ്രത്യാഘാതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്താം. ഇനി ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വരാം. ഹോർമൂസ് കടലിടുക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് 2 UAE കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ആക്രമണത്തിൽ കപ്പലുകളിലെ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ലെന്നതാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം ഈ ആക്രമണം UAEയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതിനു മുൻപും അഡ്നോക്കിന്റെ കപ്പലുകൾ ഹോർമൂസിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹോർമൂസിൽ ആക്രമിക്കപ്പെട്ട അഡ്നോക്ക് കപ്പലുകളുടെ എണ്ണം ഇപ്പോൾ 17 ആയി എന്നതാണ് നൽകിയിരിക്കുന്ന കണക്ക്. ഓഗസ്റ്റ് 7 വരെ 15 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി അഡ്നോക് സ്ഥിരീകരിച്ചിരുന്നു. ആ ആക്രമണങ്ങളിൽ ഒരാൾ മരണപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണങ്ങൾ. അതായത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് ഇവിടെ കാണുന്നത്. ഓഗസ്റ്റ് മാസത്തിലും സ്ഥിതി കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ്. ഓഗസ്റ്റ് ആദ്യത്തിൽ മാത്രം 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ മാസം ഇതുവരെ അഡ്നോക്കിന്റെ 5 കപ്പലുകൾ ഹോർമൂസിൽ ആക്രമിക്കപ്പെട്ടതായാണ് കണക്ക്. ഇതോടെ കപ്പൽ ഗതാഗത മേഖലയിലെ ആശങ്ക സ്വാഭാവികമായും വർദ്ധിക്കുന്നു. ഒരു കപ്പൽ ഹോർമൂസിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് എണ്ണ കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതീവ ഗൗരവമുള്ളതാണ്. കാരണം ഇവയിൽ വലിയ തോതിൽ എണ്ണയും മറ്റു ഊർജ വിഭവങ്ങളുമാണ് കൊണ്ടുപോകുന്നത്. ഒരു കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചാൽ പോലും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതിലുപരി ജീവനക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെയാണ് അമേരിക്കയുടെ അവകാശവാദവും പ്രസക്തമാകുന്നത്. ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. അമേരിക്കൻ നാവിക ശക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ ഒന്നാണ്. ഹോർമൂസിലും അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. എന്നാൽ കടലിടുക്കിന്റെ മുഴുവൻ ഭാഗത്തും ഓരോ കപ്പലിനെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹോർമൂസിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ് ഇതിന് പ്രധാന കാരണം. കടലിടുക്ക് താരതമ്യേന ഇടുങ്ങിയതാണ്. ഇരുവശത്തുമുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് നിരീക്ഷണവും ആക്രമണ ശേഷിയും പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ നാവികസേന ഉണ്ടായിരിക്കുകയാണ് എന്നത് മാത്രം കൊണ്ട് കടലിടുക്കിലെ എല്ലാ ഭീഷണികളും ഇല്ലാതാക്കാൻ കഴിയണമെന്നില്ല. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം ലോകം ഇത്ര ഗൗരവത്തോടെ കാണുന്നത്? കാരണം ഹോർമൂസ് തടസ്സപ്പെട്ടാൽ അതിന്റെ ആദ്യ ആഘാതം ഊർജ വിപണിയിലായിരിക്കും. എണ്ണയുടെ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക ഉയർന്നാൽ തന്നെ വിപണിയിൽ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. എണ്ണവില ഉയർന്നാൽ ഗതാഗത ചെലവും കൂടും, വ്യവസായങ്ങളുടെ ഉൽപാദന ചെലവും വർദ്ധിക്കും, വസ്തുക്കളുടെ വിലയും ഉയരും. അങ്ങനെ നോക്കുമ്പോൾ ഹോർമൂസിലെ ഒരു സൈനിക സംഘർഷം സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിലേക്കും എത്താൻ സാധ്യതയുണ്ട്.
ഇന്ത്യയെ പോലുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്കും ഹോർമൂസിലെ സ്ഥിതിഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഹോർമൂസിലെ ഓരോ ആക്രമണവും അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമാണ്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ശ്രദ്ധിക്കണം. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനൊപ്പം ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതവും കൂടുതൽ ദുഷ്കരമാവുകയാണ്. കപ്പൽ കമ്പനികൾക്ക് സുരക്ഷാ സാഹചര്യം വിലയിരുത്തേണ്ടി വരുന്നു. ഇൻഷുറൻസ് കമ്പനികൾക്ക് അപകട സാധ്യത കണക്കാക്കേണ്ടി വരുന്നു. കപ്പൽ ഉടമകൾക്ക് അധിക സുരക്ഷാ ചെലവ് വഹിക്കേണ്ടി വരും. ഇതെല്ലാം ഒടുവിൽ ആഗോള വ്യാപാരത്തിന്റെ ചെലവിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ പ്രതിസന്ധി ഒരു സൈനിക പ്രശ്നം മാത്രമല്ല, ഇത് സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. ഇത് ഊർജ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇത് ആഗോള വ്യാപാരത്തിന്റെ പ്രശ്നമാണ്. അതിലുമൊക്കെയും ഉപരി കടൽ ഗതാഗതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇപ്പോൾ UAE പ്രതികരണവും ശ്രദ്ധേയമാണ്. കപ്പൽ ആക്രമണത്തെ UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. UAE സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണങ്ങൾ വലിയ സുരക്ഷാ വെല്ലുവിളിയാണ്. കാരണം UAE സാമ്പത്തിക ശക്തിയുടെ പ്രധാന ഘടകങ്ങളിലൊന്ന് എണ്ണയും ഊർജ്ജ മേഖലയുമാണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ UAE വലിയ തലവേദനയാണ്. എന്നാൽ ഈ സംഭവത്തിൽ നിന്ന് ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഹോർമൂസിലെ സ്ഥിതി ഇപ്പോഴും പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്നത് തന്നെയാണ്. അമേരിക്കൻ സൈനിക ശക്തി അവിടെ ഉണ്ടെങ്കിലും ആക്രമണങ്ങൾ തുടരുന്നു. കപ്പലുകൾ ഇപ്പോഴും ലക്ഷ്യമാക്കപ്പെടുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതായത് ഹോർമൂസിൽ ഒരു പുതിയ തരത്തിലുള്ള കടൽ സുരക്ഷാ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. വലിയ യുദ്ധക്കപ്പലുകളെ മാത്രം ആശ്രയിച്ച് ഇത്തരം ഭീഷണികളെ നേരിടുക എളുപ്പമല്ല. ഡ്രോണുകൾ, മിസൈലുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധം ഇവയെല്ലാം കൂടി ഉൾപ്പെടുന്ന സങ്കീർണമായ യുദ്ധ സാഹചര്യമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ദിവസങ്ങളിലാണ്. ഹോർമൂസിലൂടെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങുമോ? കപ്പലുകൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും കഴിയുമോ? UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാകും പ്രതികരിക്കുക? ആക്രമണങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമോ? ഏറ്റവും പ്രധാനമായി ഹോർമൂസിലെ സംഘർഷം എണ്ണവിലയിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും എത്രത്തോളം പ്രതിഫലിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നിർണായകം. ഒടുവിൽ ഒരു കാര്യം വ്യക്തമാക്കാം. ഹോർമൂസ് കടലിടുക്ക് ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ ഇടുങ്ങിയ കടൽപാതയായിരിക്കാം. പക്ഷേ അതിന്റെ പ്രാധാന്യം ലോകവ്യാപകമാണ്. അവിടെ നടക്കുന്ന ഓരോ ആക്രമണവും, ഓരോ കപ്പൽ സഞ്ചാരവും, ഓരോ സൈനിക നീക്കവും ലോകത്തെ പല രാജ്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 2 UAE കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നത് ആശ്വാസമാണ്. പക്ഷേ ഇതിനകം തന്നെ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഹോർമൂസിലെ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല, മറിച്ച് കൂടുതൽ സങ്കീർണമാവുകയാണ്. അമേരിക്ക നിയന്ത്രണം ഉറപ്പാക്കിയെന്ന് പറയുമ്പോഴും കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു എന്ന വൈരുദ്ധ്യവും ഇതോടെ കൂടുതൽ ചർച്ചയാകുന്നു. ഇനി ഹോർമൂസിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ആഗോള എണ്ണ വിപണിയെയും വ്യാപാരത്തെയും രാഷ്ട്രീയത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ അടുത്ത നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്.